കേരളത്തിൽ 3 വർഷത്തിനകത്ത് 3 ഇരട്ടി കേസുകൾ ഫയലായിട്ടുണ്ട് ഡ്രഗ്സിന്റെ വിഷയത്തിൽ. ഞാൻ ആക്ച്വലി എൻ്റെ ഫോണിൽ തപ്പുമായിരുന്നു, ഞാൻ ചില സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ യു കെൻ ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. ഞാൻ എന്തായാലും പിന്നെ മനോരമയിൽ എൻ്റെ ഒരു കോളമിൽ 2-3 ആഴ്ച മുമ്പ് എഴുതിയ ചില എക്സാക്ട് നമ്പേഴ്സ് വേണമെങ്കിലും കണ്ടോളൂ. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ഡ്രഗ് കേസസിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൂടി വരികയാണ്. കേരളത്തിൽ 3 വർഷത്തിനകത്ത് 3 ഇരട്ടി കേസുകൾ ഫയലായിട്ടുണ്ട് ഡ്രഗ്സിന്റെ വിഷയത്തിൽ. ഡ്രഗ്സിന് ബന്ധപ്പെട്ട മരണങ്ങൾ 4 പ്രാവശ്യം കയറി. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഓൾസോ ദ പാറ്റേൺ ഇസ് വൺ ഓഫ് consistent rise in the number of drug offenses and drug cases being filed. ഈ സ്ഥിതിയിൽ എന്താ വിഷയം? ഋഷിരാജ് has tried to find out എന്തുകൊണ്ടാണ് അച്ഛനമ്മമാരെ ഉണ്ടായിട്ടും അവരവരുടെ മക്കളെ സ്നേഹിച്ചിട്ടും കൂടി എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ലഹരിക്ക് പോകുന്നത്? ആൻഡ് ഐ തിങ്ക് ഹിസ് തീസിസ് ഇസ് എ വെരി പെർസ്വേസീവ്. അദ്ദേഹം പറയുന്നത് നമ്മളുടെ ഈ ഇപ്പോഴത്തെ കൾച്ചർ എത്രത്തോളം പ്രഷറാണ് നമ്മൾ കുട്ടികളിൽ വയ്ക്കുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് മാത്രമല്ല, 90% കൂടുതൽ മാർക്ക് കിട്ടണം, A+ തിരിച്ചു വരണം, അയൽവാസിയുമായതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം. അങ്ങനെയുള്ളൊരു പ്രഷർ എല്ലാ മിഡിൽ ക്ലാസ് കുടുംബത്തിലുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ടെൻഷൻ കൊണ്ട് കുട്ടികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കേരളത്തിൽ മാത്രമല്ല, പക്ഷേ ഇന്ത്യ മുഴുവൻ കാണുന്നതാണ്. ഞാൻ ഇന്നാൾ വേറെ കോളം എഴുതിയിട്ടുണ്ടായിരുന്നു, കോട്ട രാജസ്ഥാനിൽ അവിടെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഓരോരു പരീക്ഷ IIT JEE ഒക്കെ പാസ്സാക്കാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യുന്ന സെൻറ്റേഴ്സ്. അവിടെ എല്ലാ വർഷവും ആത്മഹത്യ കൂടി വരികയാണ്. 5 ആത്മഹത്യ 2015, 12 ആത്മഹത്യയാണ് കഴിഞ്ഞ വർഷം. അത് ഇങ്ങനെയൊരു പ്രഷറുകൾ കുട്ടികൾ വെക്കുന്നത്. യെസ്, ours is a competitive society. നമ്മളെല്ലാവർക്കും ഒരു മത്സരത്തിലാണ് നമ്മൾ ജീവിക്കുന്ന. എല്ലാ കാര്യത്തിലും നല്ല കോളേജ് അഡ്മിഷൻ കിട്ടാൻ, നല്ല തൊഴിൽ കിട്ടാൻ, നല്ല ജോലി കിട്ടാൻ. പക്ഷേ എല്ലാ കുട്ടികൾക്കും പരീക്ഷയിൽ പാസ്സാക്കാനുള്ള കഴിവുണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ചിലർക്ക് വേറെ ടാലൻസ് ആയിരിക്കും. ചിലർ പരീക്ഷ പാസ്സാവാൻ വലിയ കഴിവില്ലെങ്കിലും നന്നായി പാട്ട് പാടാൻ ഇറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ നല്ല 100 മീറ്റർ ഡാഷ് ചെയ്യാൻ റേസിൽ പങ്കെടുക്കാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കളിക്കാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ നൃത്യവാദനമൊക്കെ അറിയായിരിക്കും, അല്ലെങ്കിൽ വെറും ജനങ്ങളെ ചിരിപ്പിക്കാനുള്ള കഴിവുണ്ടാവും, സ്റ്റാൻഡപ്പ് കൊമീഡിയൻ ആവാനുള്ള സാധ്യതയുണ്ടായിരിക്കും, ആർക്കറിയാം. പക്ഷെ അതിനൊന്നും നമ്മൾ അവസരം കൊടുക്കുന്നില്ല. ഞാൻ എല്ലാ സ്കൂൾ ഫംഗ്ഷനിലും ആനുവൽ ഡേയും ഒക്കെ പോകുമ്പോൾ എപ്പോഴും നിർബന്ധിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും പ്രാധാന്യം കൊടുക്കണം. കാരണം കുട്ടികൾക്ക് അവരുടെ ടാലൻസ് ഡെവലപ്പ് ചെയ്യാനും അവര് സ്വയം കണ്ടുപിടിക്കാൻ, ടു ഗെറ്റ് ടു നോ ദംസെൽവ്സ്. ദിസ് ഈസ് ദി ഏജ്. സ്കൂൾ പ്രായത്തിലാണ് അവർ വളരേണ്ടത്. ഒരു സ്കൂളിൽ പരീക്ഷ എഴുതുന്ന മെഷീനുകൾ മാത്രമല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളുടെ ആഗ്രഹമാണ് കുട്ടികൾ സ്കൂളിൽ നല്ല മനുഷ്യന്മാരെ വളരുന്നത്. അത് നമ്മുടെ അച്ഛനമ്മമാരെ ചിലപ്പോൾ മറക്കുന്നത് വലിയൊരു ദുഃഖകാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗ്യമായിരുന്നു എൻ്റെ അച്ഛനമ്മ അങ്ങനെ നിർബന്ധിച്ചിട്ട്. അഫ്കോഴ്സ് എനിക്ക് ഭാഗ്യത്തോടെ പരീക്ഷ എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരുടെ അമ്മയും 1ാം ക്ലാസ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ആ പ്രഷർ, അങ്ങനെ ഒരു വീട്ടിനകത്തൊരു വേറെ പ്രഷർ എനിക്ക് ഉണ്ടാവാൻ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത എല്ലാ എക്സ്ട്രാ കരിക്കുലേഴ്സും പിന്തുണയും പ്രോത്സാഹനം എനിക്ക് വീട്ടിൽ കിട്ടി. അതാണ് എനിക്ക് സന്തോഷമായത്. സ്കൂളിലും കോളേജിലും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ പ്രഭാഷകനാവാൻ സാധിക്കുമെന്ന് വിചാരിച്ച് പ്രസംഗിച്ചിട്ട് ഓഡിയൻസ് പെർസ്വേഡ് ചെയ്യാൻ സാധിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് ആർ അവർ ലിമിറ്റേഷൻസ്. പക്ഷെ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയില്ല. അത് ചെയ്യാൻ ചില പേരൻസ് എൻകറേജ് ചെയ്യുന്നതാണ് ഋഷിരാജ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ചില അച്ഛനമ്മമാരും കുട്ടികളോട് പറയുന്നു, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ നിർബന്ധിക്കുന്നത്. അത് ശരിയല്ല. കുട്ടികൾ വളരുമ്പോൾ അവരുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. അപ്പം അതേ പറയുക, ഇതിൻ്റെ കൊണ്ടാണ് കുട്ടികൾക്ക് ആ പ്രഷർ സഹിക്കാൻ വയ്യാതെ അവർ ഡ്രഗ്സിലേക്ക് മാറുന്നത്. പക്ഷെ അതും ഒരു ചോദ്യം ചോദിക്കാം. Not everybody who is under pressure goes to drugs. So why do some people succumb so easily?
അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. കാരണം ചിലവർ വിചാരിക്കുമ്പോൾ ഇറ്റ്സ് എ വേ ഓഫ് എസ്കേപ്പിംഗ് പ്രഷർ. ചിലവർ ട്രൈ ചെയ്തതിന് അവർ പറയും കമലോങ് ബി പാർട്ട് ഓഫ് ദ ഗ്യാങ്, നമ്മളും ചെയ്യാം, ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വരും. ആ പിയർ പ്രഷർ കൂടി വരും. ചിലപ്പോൾ വെറും ബോറടിയാണ്, കാരണം അവർക്ക് വേറെ ഒരു അവസരമില്ല, എക്സ്ട്രാ കരിക്കുലർ ചെയ്യണമെന്ന് പറയുന്നു. വായിക്കുന്ന സ്വഭാവം അവർ വളർത്തിയിട്ടില്ല. സംതിങ് ദാറ്റ് ഐ റിയലി വറി അബൌട്ട്. ഈ വായന ഞാൻ കണ്ടിരിക്കുന്നത് പല കുട്ടികളും ഇപ്പോൾ ഈ പ്രായത്തെ കുട്ടികൾ, അവർ ഈ കാലത്ത് ചെറിയ കുട്ടികളായിരിക്കുന്നവർ, അതിന് വിചാരം പുസ്തകങ്ങൾ സ്കൂളിലും ഹോംവർക്കിനും വേണ്ടി മാത്രമാണ്. പുസ്തകം ഒരു സോഴ്സ് ഓഫ് പ്ലഷറായി മാറി വരാൻ, നമുക്ക് വായിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി വായിക്കാനൊരു തോന്നൽ അവർക്കില്ല. അത് എൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അഫ്കോഴ്സ് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, നിന്റെൻഡോ ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഫോണിനെ ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുസ്തകമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുസ്തകമായിട്ട് എല്ലാം ഐ യൂസ് ടു സേ ബുക്സ് ഫോർ മൈ എൻ്റർടൈൻമെൻറ്റ്, ബുക്സ് ഫോർ മൈ എഡ്യൂക്കേഷൻ ആൻഡ് ബുക്സ് ഫോർ മൈ എസ്കേപ്പ്. അപ്പോൾ എല്ലാ വിധത്തിലും പുസ്തകമായിരുന്നു എൻ്റെ ഒരു രക്ഷ. ആ തോന്നൽ ഇപ്പോൾ കുട്ടികൾക്കില്ല. പുസ്തകങ്ങൾ ജോലിയാണ്, ഹോംവർക്കാണ്, സ്കൂൾ വർക്കാണ്. ആ സ്കൂൾ വർക്ക് കഴിഞ്ഞുകൊണ്ട് പുസ്തകത്തെ അടച്ചൊരു ടി വി ഓൺ ചെയ്യുക, അല്ലെങ്കിൽ കളിക്കാൻ പോവുക, അല്ലെങ്കിൽ നിന്റെൻഡോ പ്ലേ സ്റ്റേഷനിൽ ചാടുക, അതൊക്കെയാണ് അവർക്ക് ആവശ്യം. ദാറ്റ്സ് ഓൾസോ മിസ്റ്റേക്ക്. ബിക്കോസ് വായന തരുന്ന സാറ്റിസ്ഫാക്ഷൻസും മെൻ്റൽ കൾട്ടിവേഷനും ഒരു മെൻ്റൽ അഡിക്ഷൻ ഇസ് ഫാർ സ്ട്രോങ്ങർ ദാൻ ആൻഡ് ഫാർ മോർ യൂസ്ഫുൾ കൺസ്ട്രക്റ്റീവ് ദാൻ ഡ്രഗ് അഡിക്ഷൻ. അപ്പോൾ അതും വിദ്യയും എല്ലാം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് ഉള്ള കാരണം കുട്ടികൾ ചാടുന്നു. പ്ലസ് അവൈലബിലിറ്റി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതും ഒരു കാര്യം. നമ്മളുടെ അദ്ദേഹം ഒരു ex-IPS ആണ്. അപ്പോൾ നമ്മൾ IPS-കാരോടും നമ്മളിവിടെ ഇരിക്കുന്ന ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസ്, ഇവിടെ വേറെ ex-IPS-കാരുണ്ട്, നമ്മുടെ പിന്നെ ഓർഗനൈസ് കറണ്ട് IPS-കാരുണ്ട്. വൈ ഈസ് ദി അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് so widespread and so easy? Paradoxically, I also think it's partly because നമ്മളുടെ ഒരു true sweeping a ban policy has created both a certain allure and a certain indiscriminate challenge. Because if everything is banned, then everything becomes contraband and a source of illicit pleasure. I mean, pan masala is legal in most Indian states. In Kerala, it's banned. So, I mean, why should you ban pan masala? Okay, if you have it all the time in vast quantities, you can get oral cancer. I'm sorry about that. But then that's something that any family can publicly sort of advise a child not to do. But here we have banned pan masala, we have banned all sorts of things that don't do any spectacular harm. You can't get pan or bida so easily as you used to be able to 20-30 years ago. Everything is considered bad, then one doesn't draw enough of a gradation between the minor sort of pleasures or vices or whatever you might call them, and the very serious ones. In fact, as you know, in many Western countries, even cannabis is now being legalized because they say that a small amount will not do any harm, and that on top of that, the use of cannabis as a pain reliever and so on is actually medicinally beneficial in many cases. And they are doing good sort of research to produce cannabinoids which are of medical value without being intoxicants. And that kind of thing is happening. But India, where all these things used to grow, and Holi in the north is celebrated with Thandai, which is mixed with all of this stuff. All those cultural abilities to handle these things are being forgotten, and we are banning indiscriminately, with the result that law enforcement has an impossible task of figuring out illegalities. Meanwhile, more and more dangerous drugs are coming on the market. Prescription medicines are being sold without prescription and given to children, and you're finding a situation where chemically created drugs which inject far more dangerous toxins into children are also coming and being available. At least on those serious things, there should be much more serious crackdown. And here I look forward to hearing from the author, though I myself may have to not be able to stay for his remarks. Because it's a combination of, are we trying to tackle too much and in the process tackling nothing? Or should we be selective in shooting our bullets at the big guns, making sure that we can actually aim at
ദി റിയൽ ടാർഗറ്റ്സ് എന്തൊക്കെയാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്കും ഡേഞ്ചറായിട്ട് കാണുന്നത്, അതിനെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്ത് അത് നമ്മുടെ റിസോഴ്സസിനെയും പോലീസുകാരുടെ അബിലിറ്റീസ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പിന്നെ സീരിയസ് ഡ്രഗ്സിൻ്റെ മെനസിൽ നിന്ന് കോൺടാക്ട് ചെയ്യണം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ കാരണമായിട്ട് എല്ലാ വർഷവും ചില കുട്ടികൾക്ക് drugs and intoxication വരുന്നത് മാത്രമല്ല, ചിലർക്ക് mental health issues വരുന്നു, because especially these chemical psychotropic substances are creating mental disturbances in children. Some children have committed suicide. The number of drug-related suicide cases has also gone up every year in our country. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ it's a serious menace. Vishwanath Singh has done society a favor by making it clear what the problem is. He has written it in very easily accessible form. എല്ലാ ചാപ്റ്ററും കഷ്ടിച്ച് 2-3 പേജേ ഉള്ളൂ. You can digest his argument very simply, very clearly, very lucidly. And having done that, he has then urged children and parents to understand the importance of having other activities, other distractions, not to be drawn into this kind of thing that comes out of a combination of peer pressure and boredom. And ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഈ ലഹരിയുടെ മെനസിനെ ധൈര്യത്തോടെ കൺഫ്രണ്ട് ചെയ്തില്ലെങ്കിൽ ഇറ്റ് കുഡ് ബിക്കം ടു ലേറ്റ്. അതാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ, ബിഫോർ ഇറ്റ് ഇസ് ടു ലേറ്റ്. അപ്പോൾ I want to congratulate Vishwanath for having written such a powerful and effective book with a very strong and positive message, which gives a challenge to children, to parents, and to law enforcement authorities to ensure that this is a menace we tackle seriously in the interests of our society. അത് മാത്രം പറഞ്ഞിട്ട് ഈ പുസ്തകത്തിന് എഴുതിയ ഒരിക്കലും കൂടി കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് ഗുഡ് ലക്ക് ഫോർ ഇറ്റ് സക്സസ്. ഇംഗ്ലീഷ് എഡിഷൻ്റെ മലയാളം എഡിഷനൊക്കെ പണ്ട് 1-2 വർഷം മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ഈ ഇംഗ്ലീഷ് എഡിഷൻ്റെ എല്ലാ വിജയം ഞാൻ ആശംസിക്കുന്നു. ആൻഡ് വിത്ത് ഗ്രേറ്റ് പ്രൈഡ് ഞാൻ ഈ ചടങ്ങിന് ഒഫീഷ്യലി പ്രകാശനം ചെയ്ത് റിലീസ് ചെയ്തു. താങ്ക് യു. The rest of the things will go every, says the World Health Organization. Parents unnecessarily interfere in their children's studies right from class 1 to 12.